ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഐറ്റം ആയാലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാന്താരി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കാന്താരി മുളക് ഇഷ്ടമുള്ളവരായിരിക്കും ഒരുവിധം ആളുകളൊക്കെ. എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഈ കാന്താരി മുളക് ഉപയോഗിച്ചാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇത് കറിയായിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു റോസ്റ്റ് ആയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 പിടി കാന്താരി മുളക്. ഇതിൽ ഇപ്പോൾ ചെറിയ മുളകുമുണ്ട്, വലിയ മുളകുമുണ്ട്. അതുകൊണ്ട് എണ്ണം പറയുകയാണെങ്കിൽ 45 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ മുളക് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 45 എണ്ണം വേണ്ടി വരില്ല. ഇത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മിക്സിയിൽ അരച്ച് വെച്ചത് ചേർക്കാം. നല്ല പേസ്റ്റാക്കി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതുപോലെ തരിതരിയായിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇതിലുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ കാന്താരി മുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണവും കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 10 ചെറിയ ഉള്ളി അരിഞ്ഞതും അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള അത്രയും ചേർക്കാവുന്നതാണ്. അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ളിയൊക്കെ ഇപ്പോൾ ഇതാ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുക്കണം. മുളക് പൊടിയൊന്നും വേറെ ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെയും അതുപോലെ കുരുമുളകിൻ്റെയും എരിവ് മാത്രമാണ് ഇതിനുണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കാവുന്നതാണ്. ഈ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം. അതിനു വേണ്ടി അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഒന്ന് കയ്യിൽ ഉപയോഗിച്ച് ഉടച്ചെടുക്കുന്നത് നല്ലതാണ്. നല്ലപോലെ തക്കാളിയൊക്കെ വെന്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇതാ ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളത്തിന് പകരം 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പം 1-ാം പാൽ ചേർക്കേണ്ട, 2-ാം പാലാക്കി ചേർത്താൽ മതി. എന്നിട്ട് ഈ വെള്ളവും ചേർത്ത് നല്ലപോലെ ചിക്കൻ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ചിലർക്ക് ഈ കാന്താരി മുളകിൻ്റെ എരിവ് അത്ര ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാമെന്ന് പറഞ്ഞത്. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിനി ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ കുറുകി വരും. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് തീ ഓഫ് ചെയ്യുകയാണ്. അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വിളമ്പാവുന്നതാണ്. നമ്മൾ ചിക്കൻ കറി എപ്പോൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണം. കാരണം കുറച്ച് നേരം ആ ചിക്കൻ അതിൽ നിന്നാൽ മാത്രമേ ചിക്കനിലേക്കൊക്കെ നല്ലപോലെ അതിൻ്റെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോഴാണ് ചിക്കനും ചിക്കൻ്റെ ഗ്രേവിക്കും ഒക്കെ നല്ലൊരു ടേസ്റ്റും വരുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കാന്താരി ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്